ആറാം സെമസ്റ്റർ റിസൾട്ട് വന്നതിന് ശേഷം പല വിദ്യാർത്ഥികളും പലതരത്തിലുള്ള സംശയങ്ങൾ ചോദിച്ചിരുന്നു. ഇപ്പോഴും കമൻറ്റ് ബോക്സിൽ കുറച്ചധികം കമൻറ്റുകളുണ്ട്. അതിനനുസരിച്ച് ഉള്ള മറുപടികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. പലർക്കും ഒരു ഭാരം ഇറക്കി വെച്ചതുപോലെ തോന്നിയിട്ടുണ്ടായിരിക്കാം. ചിലവർക്കാണെങ്കിൽ ഉദ്ദേശിച്ച മാർക്ക് കിട്ടിയിട്ടില്ല, ഇനി എന്ത് ചെയ്യണം, അങ്ങനെ പലതരത്തിലുള്ള കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഓഫ് അറ്റ്മോസ്ഫിയറിലാണ് പലരും നിൽക്കുന്നത്. നമ്മൾ നമ്മുടെ പല വീഡിയോസിലും പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അതൊന്നും കൂടി ആവർത്തിക്കുന്നു. അത് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. കാത്തിരുന്ന റിസൾട്ട് വന്നു. നിങ്ങൾ ജയിച്ചിട്ടുണ്ടാവാം, തോറ്റിട്ടുണ്ടാവാം. തോറ്റ വിദ്യാർത്ഥികൾ റീവാലുവേഷൻ കം സ്ക്രൂട്ടിനിക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക. റിസൾട്ട് 3 ആഴ്ചയ്ക്കുള്ളിൽ വരുമെന്നാണ് വിശ്വസിക്കുന്നത്. സോ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പരീക്ഷ എഴുതേണ്ടത് ആവശ്യമില്ല. ഇതിൻ്റെ സപ്ലിമെൻ്ററി എക്സാം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജൂനിയേഴ്സൊക്കെ വിളിക്കുള്ളൂ. ആ സപ്ലിമെൻ്ററി പരീക്ഷ ഒഴിവാക്കണമെങ്കിൽ വേണമെങ്കിൽ റീവാലുവേഷൻ കം സ്ക്രൂട്ടിനിക്ക് കൊടുക്കാം. ഇതിൻ്റെ അപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആണ്. താല്പര്യമുണ്ടെങ്കിൽ ഇതുമായി മുന്നോട്ട് പോകാം. ഇനി ജയിച്ചവരുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ കുറച്ചധികം ഇങ്ങനെ കമൻറ്റ് വന്നത്, ഇനി എന്ത് ചെയ്യണം, BA എടുത്ത് ജയിച്ചാൽ ഞാൻ ഇനി ഏത് കോഴ്സിലേക്കാണ് പോകേണ്ടത്, അതുപോലെ തന്നെ BCom, BBA, BSc, BCA അങ്ങനെ തുടങ്ങി പല പ്രോഗ്രാമുകൾ പാസ്സായ വിദ്യാർത്ഥികൾക്ക് കറക്റ്റായിട്ടുള്ള കരിയർ ഗൈഡൻസ് കിട്ടിയിട്ടില്ല എന്ന് തോന്നി. നമുക്ക് പറ്റാവുന്ന ചില കമൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കൂടാതെ കരിയർ ഗൈഡൻസിൻ്റെ ക്ലാസ്സിലേക്ക് പോകാൻ പറ്റുമെങ്കിൽ പോവുക. യൂട്യൂബിൽ പല ക്ലാസ്സുകളും കൊടുത്തിട്ടുണ്ട്. ദെൻ വർക്ക്ഷോപ്പുകൾ, സെമിനാർ, അങ്ങനെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും പല രീതിയിലുള്ള കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. നിങ്ങൾ എന്തായാലും അത് അറ്റൻഡ് ചെയ്യണം. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. ഇന്നിത് വളരെയധികം കൂടുതലാണ്. നമ്മളൊരു കോഴ്സിന് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന് പൈസ ചിലവാക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ഔട്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേരൻസ് നമ്മളെ കുറ്റം പറയും. കാരണം പൈസ മുടക്കുന്നത് അവരാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അത് പഠിച്ചത് കൊണ്ട് എന്താണ് ഉപകാരം, സ്കോപ്പ് എന്താണ്, ഫ്യൂച്ചറിസ്റ്റിക് ആണോ തുടങ്ങിയ പല കാര്യങ്ങളും അവർ ചോദിക്കും. അതുകൊണ്ടാണ് നിങ്ങളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ സ്കോപ്പും ചലഞ്ചസും ദെൻ ഫർദർ സ്റ്റഡീസും ഫ്യൂച്ചറിസ്റ്റിക് ആണെന്ന കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം തിരഞ്ഞെടുക്കാൻ നോക്കുക. പിന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ഡോണ്ട് ഫോളോ യുവർ ഫ്രണ്ട്സ് ടൈം ലൈൻ. ഫ്രണ്ട്സിൻ്റെ ടൈം ലൈൻ ഒരിക്കലും ചിലപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ട് ആവണമെന്നില്ല, ആപ്റ്റ് ആവണമെന്നില്ല. അവർ അവരുടേതായ ഒരു ക്രിയേറ്റീവ് മൈൻഡിൽ പോകുന്നുണ്ടാവാം. ആ എക്കോസിസ്റ്റം നിങ്ങൾക്ക് ഓക്കെ ആവണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റാവുന്ന കോഴ്സ് മാത്രം തിരഞ്ഞെടുക്കുക. അല്ലാതെ ഒരു കോഴ്സും ചേർന്ന് പകുതി എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, സോ ഡ്രോപ്പ് ചെയ്ത് വേറെ കോഴ്സിലേക്ക് പോകുമ്പോൾ പൈസ പോകുന്നു, സമയം പോകുന്നു, ഡിപ്രഷനിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഏത് കോഴ്സ് എടുത്ത് പഠിച്ചാലാണ് പെട്ടെന്ന് ജോലി കിട്ടുക എന്ന്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നലെ വെച്ച വാഴയ്ക്ക് ഇന്ന് കൊല വരില്ല. കുറച്ചധികം കാത്തിരിക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ നിങ്ങളുടെ ഭാഗ്യവും തലവരയും ചില കാര്യങ്ങളും ഉള്ളത് കൊണ്ട് നേരത്തെ തന്നെ കാര്യങ്ങൾ ഓക്കെ ആവും. നിങ്ങൾ തിരഞ്ഞെടുത്ത കോഴ്സിനെ പാഷനേറ്റ് ആയിട്ട്, ഡെഡിക്കേറ്റഡ് ആയിട്ട്, ഡിസിപ്ലിൻ ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ അതിനുള്ളൊരു മറുപടി നമുക്ക് കിട്ടും. അല്ലാതെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലത് ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്നതാണ്. സോ ആ കാര്യം ഓർത്ത് വയ്ക്കുക. ദെൻ മാർക്ക് ലിസ്റ്റ്, കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ്, പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ്, TC, CC തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു 3 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ കോളേജിലേക്ക് വരുമെന്നാണ് വിശ്വസിക്കുന്നത്. അതിനുശേഷം സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുക. തോറ്റ വിദ്യാർത്ഥികൾ അഥവാ സപ്ലിമെൻ്ററി കിട്ടിയ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ദിസ് ഈസ് നോട്ട് എ ഡെഡ് എൻഡ്. ഇതൊരു അവസാനമൊന്നുമല്ല, ജസ്റ്റ് എ ബിഗിനിങ്. ഫോർ ദ ടൈം ബീയിങ് റിലാക്സ് ചെയ്യുക. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുക. അതിനോടൊപ്പം തന്നെ എനിക്ക് ഈ വിഷയം എഴുതിയെടുക്കാനുണ്ട് എന്നുള്ളൊരു മനോഭാവം കൂടി കൊണ്ടുപോയി കഴിഞ്ഞാൽ സെറ്റ്. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.